UDFന് ഭരണം ലഭിച്ചാൽ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. മോൻസ് ജോസഫിനെയും അപ്പു ജോസഫിനെയും മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കും. ഇത്തവണ 5 മുതൽ 7 സീറ്റിൽ വരെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ച ജോസഫ് വിഭാഗത്തിന് ജയിച്ചു കയറാനായത് 2 മാത്രം. ഇത്തവണ മത്സരിച്ചത് 8. 2 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടു നൽകി 6 സീറ്റുകളിൽ ഉറപ്പായും ജയിക്കുമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ. തൃക്കരിപ്പൂരിന് പകരം ലഭിച്ച കാഞ്ഞങ്ങാട് പാർട്ടി വിജയപ്രതീക്ഷ പുലർത്തുന്നില്ല. ചങ്ങനാശ്ശേരിയിലും കടുത്ത മത്സരമെന്നാണ് വിലയിരുത്തൽ. കടുത്തുരുത്തി, തൊടുപുഴ, ഇരിങ്ങാലക്കുട, കുട്ടനാട്, തിരുവല്ല, കോതമംഗലം സീറ്റുകളാണ് പാർട്ടി ഇത്തവണ ഉറപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. PJ ജോസഫിന്റെ മകനും പിൻഗാമിയുമായ അബു ജോൺ ജോസഫിനെയും നിലവിലെ കടുത്തുരുത്തി MLAയും പാർട്ടിയിലെ രണ്ടാമനുമായ മോൻസ് ജോസഫിനെയുമാകും പാർട്ടി മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. ഇരിങ്ങാലക്കുടയിലെ സ്ഥാനാർത്ഥിയും പാർട്ടിയിലെ സീനിയർ നേതാവുമായ തോമസ് ഉണ്ണിയാടന് അർഹമായ പരിഗണന നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരും പാർട്ടിയിലുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റ് ലഭിച്ച കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് LDF 1 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയിരുന്നു. ഇക്കാര്യവും ജോസഫ് വിഭാഗം ചൂണ്ടിക്കാട്ടും. മീഡിയ 1 തിരുവനന്തപുരം.